उनके खुद के शब्दों में नरेंद्र मोदी फैसिस्ट की डायग्नोस्टिक कैटेगरी में आ रहे थे। उनके अंदर आशीष नंदी ने अथॉरिटेरियन पर्सनैलिटी के सभी ट्रेट्स देखे। प्यूरिटैनिकल रिजिडिटी यानी शुद्धतावादी कठोरता, एक संकुचित इमोशनल जीवन, अपने स्वयं के जुनून का डर, और चौथा बहुत बड़ी ईगो। ധ്രുവിന്റെ പുതിയ വീഡിയോ ദ നരേന്ദ്രമോദി ഫയൽസ്, എ ഡിക്റ്റേറ്റർ മെന്റാലിറ്റി വന്നിട്ടുണ്ട്. ആരാണ് നരേന്ദ്രമോദി എന്ന് വിശദീകരിക്കുന്ന, എന്തുകൊണ്ട് അദ്ദേഹം തോൽക്കണം, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്ന ധ്രുവിന്റെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാകുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പരിഭാഷ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അമ്മമാർ, അച്ഛന്മാർ, വീട്ടിലിരിക്കുന്നവർ അവരൊക്കെ അറിയേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന്. ഭാഷ അറിയാത്തവർക്കും കാര്യങ്ങൾ അറിയാൻ പറ്റണം. അതിനായിട്ടാണ് ഈ ഒരു ശ്രമം. ഇതൊരു സ്വതന്ത്ര പരിഭാഷയാണ്. എല്ലാവരും ഈ വീഡിയോ ലിങ്ക് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണേ. 1996 കാര്യമാണ്. പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് ആശിഷ് നന്ദി ഒരു റിസർച്ച് നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ടു. അദ്ദേഹം മോദിയുടെ മണിക്കൂറുകൾ നീണ്ടൊരു അഭിമുഖം എടുത്തു. അഭിമുഖം തീർന്നതോടെ ഭയം കൊണ്ട് ആശിഷ് നന്ദിയുടെ ഉള്ളുലഞ്ഞുപോയി. ആശിഷ് നന്ദിയുടെ ബോധം നഷ്ടപ്പെടാൻ മാത്രം അങ്ങനെ എന്തായിരിക്കും നരേന്ദ്രമോദിയുടെ മനോനിലയെക്കുറിച്ച് ആശിഷ് അറിഞ്ഞിരിക്കുക? കഴിഞ്ഞ വീഡിയോയിൽ വാട്സാപ്പിലും മാധ്യമങ്ങളിലും നരേന്ദ്രമോദിയുടെ എന്ത് ചിത്രങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നതെന്നും എന്തു പൊള്ളയായ പ്രതിച്ഛായയാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ശരിയായ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് മോദിയുടെ ശരിയായ വ്യക്തിത്വം, എന്താണ് അദ്ദേഹത്തിന്റെ മനോനില, നരേന്ദ്രമോദിയെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നവരുടെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ ഭയങ്കരമായ രീതികളൊക്കെ കണ്ട് തള്ളിപ്പോകുന്നുണ്ടാകും. തുടക്കം നമുക്ക് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നിന്ന് ആരംഭിക്കാം. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസം ഭാഗവതാചാര്യ നാരായണാചാര്യ സ്കൂളിലായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കൃതം ടീച്ചർ പ്രഹ്ലാദ പട്ടേലിന്റെ അഭിപ്രായത്തിൽ മോദി ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. മോദിയുടെ ജീവചരിത്രകാരനായ നീലാഞ്ജൻ മുഖോപാധ്യായും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആശ്ചര്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് സ്കൂൾ നാടകങ്ങളിൽ അഭിനയിക്കാൻ നല്ല താല്പര്യമായിരുന്നത്രേ. പക്ഷെ മെയിൻ റോൾ ലഭിച്ചില്ലെങ്കിൽ ആ നാടകത്തിൽ അഭിനയിക്കാതെ മാറി നിൽക്കുമായിരുന്നു എന്ന്. 8 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം RSSന്റെ കരവലയത്തിലെത്തിയിരുന്നു. 1958 ദീപാവലിയുടെ അന്ന് വട്നഗർ RSS ശാഖയിൽ നിന്ന് അദ്ദേഹം ബാൽ സ്വയം സേവകായി ശബ്ദമെടുത്തു. അദ്ദേഹത്തിന്റെ സ്കൂൾ സഹപാഠി സുധീർ ജോഷി പറഞ്ഞത്, സ്കൂൾ വിട്ടാൽ വീട്ടിൽ പുസ്തകങ്ങൾ വെച്ച് മോദി നേരെ ശാഖയിലേക്ക് പോയിരുന്നു എന്നാണ്. 1972 22 വയസ്സുള്ളപ്പോൾ അദ്ദേഹം RSSന്റെ പ്രചാരകനായി. 15 കൊല്ലത്തിന് ശേഷം 1987 അദ്ദേഹത്തെ BJPയിൽ കൊണ്ടുവന്നു. മോദിയെ എല്ലാവരും നല്ലൊരു സംഘാടകനായിട്ടാണ് കണ്ടിരുന്നത്. 1990 രാം രഥയാത്ര നടത്തിയപ്പോൾ നരേന്ദ്രമോദി ഗുജറാത്ത് BJPയിൽ ഉണ്ടായിരുന്നതും ഈ യാത്രയുടെ ഗുജറാത്ത് എഡിഷനിൽ നരേന്ദ്രമോദി നല്ലൊരു റോള് വഹിച്ചതും ND മറീനോ എഴുതിയ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. 1995 അദ്ദേഹത്തെ BJPയുടെ ദേശീയ സെക്രട്ടറിയായി നിയോഗിച്ചു. जब चुनाव होता है तो लोग वोट देते हैं सरकार चुनने के लिए, या तो वोट लोग देते हैं सरकार को हटाने के लिए, पर लोगों के मन में एक नई धारा शुरू हुई है, वो है वोट टू पनिश. 2001 ഇദ്ദേഹത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. 2002 ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ മേൽ നിരവധി ആരോപണങ്ങൾ ഉയരുന്നു. പക്ഷെ എന്തുണ്ടാകുന്നു എന്ന് വെച്ചാൽ മൊത്തത്തിൽ മോദിക്ക് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു. അപ്പോൾ മുതലാണ് ഒരു വർഗീയ മോദിയുടെ ബ്രാൻഡിങ് ആരംഭിക്കുന്നത്. കടുത്ത ഹിന്ദുവായ മോദി മുസ്ലിങ്ങൾക്കെതിരാണ്. നരേന്ദ്രമോദി ശരിക്കും ഒരു വർഗീയ മനുഷ്യനാണെന്ന് നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും. പക്ഷെ ചിലരെങ്കിലും അദ്ദേഹം ഒരു മതേതര മനുഷ്യനാണെന്ന് കരുതുന്നവരുമുണ്ട്. നരേന്ദ്രമോദി എല്ലാവരുടെയും വളർച്ച ആഗ്രഹിക്കുന്നവനല്ലേ? നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വന്നാലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇനിയുള്ള കാര്യങ്ങൾ കേട്ടാൽ ഈ 2 വിഭാഗത്തിനും ഉള്ളവരുടെയും കണ്ണു തള്ളും. അപ്പോൾ പ്രസംഗങ്ങളിൽ ആട്ടിറച്ചിയെയും മീനിങ്ങിനെയും കുറിച്ച് വലിയ തൊള്ളയിടാറുണ്ട് മോദി. सावन के महीने में मटन बनाने का मौज ले रहे हैं. പക്ഷെ അതേസമയം ഹലാൽ ബീഫ് കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ അദ്ദേഹം സംഭാവന കൈപ്പറ്റുന്നു. ശരിക്കും ഗംഗാപുത്രനായ സ്വാമി സാനന്ദ് ഗംഗാ നദി വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് 4 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രിക്ക് 3 കത്തുകൾ എഴുതി. ആ കത്തുകളെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി എന്ന കാര്യം വിവരാവകാശത്തിലൂടെ മനസ്സിലായി. പക്ഷെ അതിനൊന്നും ഒരു മറുപടിയും വന്നില്ല. 111 ദിവസം നിരാഹാരം കിടന്ന് സ്വാമി സാനന്ദ് ജീവൻ വെടിഞ്ഞപ്പോൾ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് വാ തുറന്നത്. അതും ട്വിറ്ററിലൂടെ ഒരു ശ്രദ്ധാഞ്ജലി മാത്രം.
മാത്രം. ഒരു ഹിന്ദുവായിട്ട് ഒരു സന്യാസിയുടെ മരണത്തിന്റെ പാപം തന്റെ തലയിൽ വരുമെന്ന് അദ്ദേഹത്തിന് അല്പം പോലും ചിന്ത വന്നില്ലേ? അതിനെക്കുറിച്ച് എന്തു പറയാനാണ്? ഈ ആത്മഹത്യ ചെയ്യുന്ന കർഷകരിൽ ഹിന്ദുക്കളില്ലേ? ആ ഹിന്ദുക്കൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? പ്രജ്വൽ രേവണ്ണയുടെ ആ വീഡിയോയിൽ 2900 സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിരവധി ഹിന്ദു സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? ബ്രിജ്ഭൂഷണെതിരെ ധർണ നടത്തിയ വനിതാ ഗുസ്തി താരങ്ങൾ ഹിന്ദുക്കളായിരുന്നില്ലേ? അപ്പൊ അവരുടെ കാര്യമോ? कोई भी व्यक्ति चाहे वो कितना भी बड़ा क्यों न हो, अगर वो महिलाओं के सम्मान के साथ खिलवाड़ करता है तो उसे बख्शा नहीं जाना चाहिए. പ്രധാനമന്ത്രി മോദിയാണെങ്കിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രചാരണവും നടത്തി ബ്രിജ്ഭൂഷൺ യാദവിന്റെ മകന് ടിക്കറ്റും നൽകി. एनडीए के सिर्फ प्रज्वल रेवन्ना, इनके लिए आपका हर वोट മോദി को मजबूती देगा. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് ഇതിലൊന്നും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നവർ. അവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ, അവരുടെ കുട്ടികളുടെ പഠനം നടക്കുന്നുണ്ടോ ഇല്ലയോ, തൊഴിലുണ്ടോ ഇല്ലയോ, അതൊന്നും അവർക്ക് ചിന്തയില്ല. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ മാത്രം മതി ഇത്തരക്കാർക്ക്. ഇവരെ കയ്യിലെടുക്കാൻ നരേന്ദ്രമോദിയും ഹിന്ദു മുസ്ലിം പ്രസംഗങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ മോദി പറയുന്നു വസ്ത്രം നോക്കി കലാപകാരികളെ തിരിച്ചറിയാം. ये आग लगाने वाले कौन है वो उनके कपड़ों से ही पता चल जाता है. ഒരിക്കൽ അമിത്ഷാ ഒരു പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു 2002 മുസ്ലിങ്ങൾ കലാപം നടത്തി നരേന്ദ്രമോദി അവരെ ഒരു പാഠം പഠിപ്പിച്ചു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. താൻ ഒരു പ്രധാനമന്ത്രിയാണെന്നും ഈ പദവിക്ക് ഒരു മാന്യതയുണ്ടെന്നും പ്രധാനമന്ത്രിക്കും യാതൊരു ചിന്തയുമില്ല. പട്ടാപ്പകൽ യാതൊരു ഉളുപ്പുമില്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കും. ഈ പ്രസംഗം രാജസ്ഥാനിൽ നടത്തിയതാണ്. അവിടെ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് വളർത്തിയിട്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്നു. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे. പക്ഷെ കഥയിൽ ഒരു ട്വിസ്റ്റ് കാണൂ. ബീഹാറിൽ സമീപനം മറ്റൊന്നായിരുന്നു. അവിടെ നരേന്ദ്രമോദി പെട്ടെന്ന് ശാന്തിദൂതനായി. രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ താൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി. मैं जब तक जिंदा हूं, मैं धर्म के आधार पर इस देश को बांटने नहीं दूंगा. അലിഗഡ് റാലിയിലും മുസ്ലിങ്ങളുടെ അഭ്യുദയകാംക്ഷിയായിട്ടാണ് വന്നത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മുസ്ലിങ്ങൾക്കായി ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ തുടങ്ങി. कांग्रेस सपा जैसी पार्टियों ने और मुसलमानों के राजनीतिक, सामाजिक, आर्थिक उत्थान के लिए कभी कुछ नहीं किया. മെയ് 14 അദ്ദേഹം പറഞ്ഞത് താൻ ഹിന്ദു മുസ്ലിം എന്ന് പറയില്ല, അങ്ങനെ എന്ന് പറയുന്നുവോ അന്നു മുതൽ പൊതുജീവിതത്തിൽ തുടരാൻ ഞാൻ അർഹനല്ല എന്നാണ്. मैं जिस दिन हिंदू मुसलमान करूंगा ना, उस दिन मैं सार्वजनिक जीवन में रहने योग्य नहीं रहूंगा. ഞാൻ ഹിന്ദു മുസ്ലിം എന്ന് പറയില്ല, അതെന്റെ സ്വപ്നമാണ്, ഞാൻ ഒരിക്കലും അത് പറയില്ല, മോദി അങ്ങനെയും പറഞ്ഞു. और मैं हिंदू मुसलमान नहीं करूंगा, ये मेरा संकल्प है. നിങ്ങളിൽ ചിലർക്ക് വലിയ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും. നരേന്ദ്രമോദി ഒരു വർഗീയവാദിയാണോ, അതോ മതേതരനാണോ, അതോ ഇദ്ദേഹത്തിന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ? എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഈ രണ്ട് മുഖം പണ്ടേ ഉള്ളതാണ്. 2014 ഒരു ട്വീറ്റിൽ നരേന്ദ്രമോദി പറയുന്നു മതേതരത്വം ഞങ്ങളുടെ രക്തത്തിലുണ്ടെന്ന്. 2020 അമിത്ഷാ ഒരു TV അഭിമുഖത്തിൽ പറയുന്നു അവർ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി കാണുന്നില്ലെന്ന്. ഇവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തങ്ങളുടെ മതവിശ്വാസം കൊണ്ടു നടക്കാനുള്ള സൗകര്യമുണ്ടെന്ന്. രാജ്യത്തെ സർക്കാരിന് ഒരേ ഒരു മതമേ പാടുള്ളൂ, അതാണ് ഇന്ത്യയുടെ ഭരണഘടനയെന്ന്. आज की बीजेपी क्या ये मोदी सरकार भारत को हिंदू राष्ट्र के तौर पे देखती? जरा भी नहीं. हम संविधान को मानते हैं. इस देश में हर पंथ के लोगों को अपने पंथ का अनुपालना करने की संपूर्ण सुविधा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്ലാമിനെയും പ്രവാചകൻ മുഹമ്മദ് നബിയെയും പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ 99 പേരുകളിൽ ഒന്നുപോലും അക്രമത്തിനുള്ളവയല്ലെന്നാണ്. ഇസ്ലാമിന്റെ സന്ദേശമാണ് ശാന്തി എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ വിഭാഗം. हमारे घर में ईद भी मिलती थी. मेरे घर में ईद के दिन कुछ का खाना नहीं पकता. सारे मुस्लिम परिवारों से मेरे यहाँ खाना आ जाता था. जब मुहर्रम निकलता था तो हमारा कंपल्सरी होता था कि उससे नीचे से निकलो, जैसे परिक्रमा करते हैं ना मंदिरों, ताजिए के नीचे. हाँ, तो ताजिए के नीचे से निकलो, हमें सिखाया जाता था. ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു പാറ്റേൺ നോക്കൂ സുഹൃത്തുക്കളെ. ഇത് വെറും ഹിന്ദു മുസ്ലിം കാര്യമല്ല. സിക്കിസത്തിൽ നിന്ന് ലാഭമുണ്ടാകുമെന്ന് കരുതി അദ്ദേഹം തന്റെ തലയിൽ പകടി കെട്ടി ഗുരുദ്വാരയിൽ പരിപ്പുണ്ടാക്കിയും ഭക്ഷണം വിളമ്പിയും നിൽക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഞ്ചാബിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ജേർണലിസ്റ്റ് സാക്ഷി ജോഷി അദ്ദേഹത്തിന്റെ പഴയ ബന്ധങ്ങളുടെ കഥകൾ ധരിക്കുന്ന വീഡിയോകളുടെ ഒരു സമാഹരണം നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞത് ഭഗവാൻ ശ്രീബുദ്ധനുമായി അദ്ദേഹത്തിന് സുഖപ്രദമായ ഒരു ബന്ധമുണ്ടെന്നാണ്. भगवान बुद्ध के साथ मेरा एक और संबंध भी है जिसमें अद्भुत संयोग भी है और जो बहुत सुखद भी है.
പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ബോറ മുസ്ലിങ്ങളുമായി അദ്ദേഹത്തിന് പണ്ടേ ബന്ധമുണ്ടെന്നാണ്. साथियों, बोहरा समाज के साथ मेरा भी रिश्ता बहुत पुराना है. ഇത്രയുമല്ല, ക്രിസ്ത്യാനികളുമായും അദ്ദേഹത്തിന് പുരാതനവും ആത്മീയവുമായ ബന്ധമുണ്ടെന്ന്. क्रिश्चियन कम्युनिटी के साथ तो मेरा संबंध कोई नया नहीं है, बहुत पुराना बड़ा आत्मीय नाता रहा है. ഒരു തവണ അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിന്റെ മഹത്വപൂർണമായ ഒരു കാലഘട്ടം അദ്ദേഹം ആദിവാസികൾക്കിടയിൽ കഴിഞ്ഞുവെന്നാണ്. जीवन का एक महत्वपूर्ण कालखंड मैंने आदिवासियों के बीच में बिताया है. ഒരു തവണ പറഞ്ഞത് ബലിയകളോട് വളരെ വൈകാരികമായ ബന്ധമുണ്ടെന്ന്. बलिया से मेरा एक भावुक रिश्ता, പഞ്ചാബിനോടും ചൈനയോടും അദ്ദേഹത്തിന് സവിശേഷമായ ബന്ധമുണ്ടായിരുന്നു. पंजाब के साथ मेरा विशेष नाता रहा है. चीन के साथ मेरा निजी रूप से भी एक विशेष नाता है. ഫ്രാൻസിനോടും അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു. യദുവംശത്തോടും അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. मेरा खुद का व्यक्तिगत रूप से फ्रांस के प्रति लगाव बहुत पुराना रहा है. अरे यदुवंश के साथ तो हमारा रिश्ता है, हमारा नाता है. ബംഗാളിൽ ബന്ധമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് കുട്ടിക്കാലത്ത് അദ്ദേഹം കൊൽക്കത്തയിൽ മെട്രോ കാണാൻ വന്നിട്ടുണ്ടെന്നാണ്. मैं बचपन में जब पहली बार कोलकाता आया तो एक आकर्षण था, जरा मैं मेट्रो देखूं. പ്രശ്നം അതല്ല, കൊൽക്കത്ത മെട്രോ 1984 ആരംഭിച്ചത്. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു. 34 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബംഗാളുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നതിനായി തന്റെ അടുത്ത ജന്മം ബംഗാളിലായിരിക്കുമെന്ന് പറയാനും നരേന്ദ്രമോദി മറന്നില്ല. अगले जन्म में बंगाल की किसी मां के गोद से पैदा होने वाला हूं. ഒഡീഷയിൽ പോയിട്ട് അദ്ദേഹം പറയുന്നത് ഒഡീഷയെ 1-ാം നമ്പർ സംസ്ഥാനമാക്കുമെന്നാണ്. കർണാടകയിൽ ചെന്നാൽ കർണാടകയെ 1-ാം നമ്പർ സംസ്ഥാനമാക്കുമെന്ന് പറയും. उड़ीसा को देश का नंबर 1 राज्य बना सकते हैं. कर्नाटका को पूरे देश का नंबर 1 राज्य बनाने का लिए. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? വോട്ട് കിട്ടാൻ വേണ്ടി എവിടെ എന്ത് പറയണം അത് പറയുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളോട് വൈകാരികമായി കണക്ട് ആവുന്നതിന് വേണ്ടി എവിടെ നിന്നോ ഒരു ബന്ധം ഉരുത്തിരിഞ്ഞു വരുന്നു. അത് എല്ലാ സംസ്ഥാനത്തും പയറ്റുന്നു. ഉത്തർപ്രദേശിൽ BJP ജനങ്ങളെ വൈകാരികമായി ഇളക്കിയത് ഗോമാതാവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. അവിടെ പറയുന്നത് പശുഹത്യ തടയാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ്. എന്നാൽ കേരളത്തിൽ പോയി നല്ല ഗുണനിലവാരമുള്ള ബീഫ് ലഭിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നു. ഗോവയുടെ കാര്യമാണെങ്കിൽ 2015 അമിത്ഷാ തന്നെ പറഞ്ഞിരുന്നു, സംസ്ഥാനത്ത് ബീഫ് ബാൻ ചെയ്യാൻ ഒരു പദ്ധതിയുമില്ലെന്ന്. ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും അധികാരം ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. പക്ഷെ ഇത്രയൊക്കെ മെനക്കെട്ട് ആര് ചെയ്യും? ജോലിയുടെ കാര്യം വരുമ്പോൾ ജനങ്ങളെ സ്വപ്നം കാണിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം നാടകങ്ങൾ നടത്തുകയോ ചെയ്യുന്നു. ഗുജറാത്ത് മോഡൽ, അച്ഛേദിൻ, ഗംഗാ നദി ശുചീകരണം, 100 സ്മാർട്ട് സിറ്റികൾ, കള്ളപ്പണം തിരികെ കൊണ്ടുവരൽ തുടങ്ങി ചിലത് കാലാവധി തീർന്ന സ്വപ്നങ്ങളുമാണ്. നോട്ട് നിരോധനം തന്നെ ഒന്ന് നോക്കൂ. 2016 അമിത്ഷാ പറഞ്ഞിരുന്നു ഇത് കള്ളപ്പണത്തിനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നോട്ട് നിരോധനം പറഞ്ഞ് എന്തുകൊണ്ടാണ് അവർ വോട്ട് ചോദിക്കുന്നില്ല? കർഷക നിയമങ്ങളെ 3 എണ്ണത്തിനെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ. മോദി പറഞ്ഞത് കർഷകർക്ക് ഇത് ചരിത്രപ്രധാനമായ തീരുമാനമാണെന്നാണ്. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ ഈ നിയമങ്ങളെ തിരിച്ചു വിളിച്ചപ്പോൾ ഗോദി മീഡിയ ഉറക്കെ പറഞ്ഞു കർഷക നിയമങ്ങൾ തിരിച്ചു വിളിച്ചത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണെന്ന്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ആ പേരിൽ വോട്ട് ചോദിക്കുന്നില്ല? കർഷക നിയമങ്ങളുടെ പേരിലോ അത് തിരികെ വിളിച്ചതിന്റെ പേരിലോ ഒന്നും മോദി വോട്ട് ചോദിക്കുന്നില്ല. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിനെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതെന്തായി? 2014 മുമ്പുള്ള ഇവരുടെ മുദ്രാവാക്യം കഴിക്കില്ല കഴിപ്പിക്കില്ല എന്നതായിരുന്നു. ഗംഗാ നദിയെ പോലെ ഇന്ത്യൻ പാർലമെന്റിനെ പവിത്രമാക്കുമെന്നായിരുന്നു പിന്നീട് പറഞ്ഞത്. പിന്നീട് ഈ മുദ്രാവാക്യം ഇവരുടെ വായിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിലക്കയറ്റത്തെ കുറിച്ച് നരേന്ദ്രമോദി പറയുമായിരുന്നു. പറയാറുള്ളത് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് മെഹങ്കായി അഥവാ വിലക്കയറ്റത്തിന്റെ മ എന്ന അക്ഷരം പോലും പുറത്തു വരില്ലെന്നായി ആക്ഷേപം. प्रधानमंत्री यहाँ आए थे, लेकिन प्रधानमंत्री महंगाई का म बोलने के लिए तैयार नहीं है, महंगाई का म बोलने के लिए तैयार नहीं. ഇദ്ദേഹം പിന്നീട് കൊണ്ടുവന്ന മുദ്രാവാക്യമാണ് കുറേയായി വിലക്കയറ്റത്തിന്റെ പ്രഹരം എന്നത്. എന്നാൽ പിന്നെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഇവർ വോട്ട് ചോദിക്കാത്തത്? നരേന്ദ്രമോദി സ്വയം ഗംഗാപുത്രൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ നവാമി ഗംഗയുടെ പേരിൽ എന്തുകൊണ്ട് വോട്ട് ചോദിക്കുന്നില്ല? മേക്ക് ഇൻ ഇന്ത്യയുടെ ഈ സിംഹത്തെ ഓർമ്മയുണ്ടോ സുഹൃത്തുക്കളെ? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ നിങ്ങൾക്ക് ഈ സിംഹത്തെ കണ്ടെടുക്കാനാവില്ല. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, ആദർശ ഗ്രാമം, സ്മാർട്ട് സിറ്റി, ബുള്ളറ്റ് ട്രെയിൻ, 15 ലക്ഷം, സ്കിൽ ഇന്ത്യ, മുദ്ര ലോൺ, ലുക്ക് ഈസ്റ്റ് പോളിസി, ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, നാരി ശക്തി, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കൊറോണ, അഗ്നിവീർ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ. അതിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് നേരിട്ടൂടെ? രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഒരു തുറന്ന ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അതൊരു നല്ല അവസരമായിരുന്നു.
കഴിഞ്ഞ 10 വർഷം മോദി എന്തൊക്കെ ചെയ്തു എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് പോലും നടത്തിയിട്ടില്ല. ഒരു ജേർണലിസ്റ്റിന് എന്ത് ചോദ്യവും ചോദിക്കാവുന്ന അൺസ്ക്രിപ്റ്റഡ് വാർത്താ സമ്മേളനം ചെയ്തിട്ടേയില്ല. പിന്നെ ഒരു ചർച്ചയൊക്കെ നടത്താൻ എവിടെ നിന്ന് ധൈര്യമുണ്ടാകാനാണ്? അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഹിന്ദു മുസ്ലിം പഴയകാല ബന്ധങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത്. അവർക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന നിഞ്ച ടെക്നിക്കാണിത്. പക്ഷെ രണ്ടാമത്തെ പ്രശ്നം സ്വന്തം സംഘടനയ്ക്കുള്ളിൽ എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനമുറപ്പിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചരിത്രകാരനായ ഹർബൻ മുഖിയായുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം മോദിയെയും ഔറംഗസീബിനെയും താരതമ്യം ചെയ്യുന്നുണ്ട്. അതിലൊരു സമാനത ഉണ്ടായിരുന്നത് ആരോടൊപ്പം ചേർന്ന് ആര് സൈഡാക്കണമെന്നതായിരുന്നു. ഇക്കാര്യം ഔറംഗസീബിന് അറിയാമായിരുന്നു. പിന്നെ നരേന്ദ്രമോദിക്കും മുതിർന്ന കുറേ നേതാക്കളെ BJP നേതാക്കളെ അഭിമുഖം ചെയ്തതിനു ശേഷം കാരവനിൽ വന്ന ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേശുഭായ് പട്ടേലിനൊപ്പം ചേർന്ന് ശങ്കർ സിംഗ് വഗേലിയെ പുറത്താക്കിയെന്നും പിന്നീട് BJPയുടെ ദേശീയ നേതാക്കളുടെ സഹായത്തോടെ കേശുഭായ് പട്ടേലിനെ തന്നെ പുറത്താക്കിച്ചു എന്നും. ഹർഭജൻ മുഖിയ പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ഗുജറാത്ത് കലാപകാലത്ത് നരേന്ദ്രമോദിയോട് രാജധർമ്മം പാലിക്കാൻ പറഞ്ഞപ്പോൾ മോദി അദ്വാനിയുമായി കൂടുതൽ അടുത്തു. പിന്നീട് അദ്വാനിയെ തന്നെ ഒറ്റപ്പെടുത്തി. ഇതുപോലെ ജസ്വന്ത് സിൻഹയ്ക്ക് 2014 ടിക്കറ്റ് നൽകിയില്ല. 2014 മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലം വാരണാസിയിൽ നിന്ന് കാൺപൂരിലേക്ക് മാറ്റി. 2019 അദ്ദേഹത്തോട് പറഞ്ഞു അദ്വാനിയോടൊപ്പം താങ്കളും വിശ്രമിക്കുമെന്ന്. 2015 സിദ്ധാർത്ഥ് വരദരാജൻ NDTVയുടെ വെബ്സൈറ്റിൽ എഴുതിയ ലേഖനം നോക്കൂ. അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗ് റിട്ടയർമെന്റിന് 7 മാസം കൂടി ബാക്കിയുള്ളപ്പോൾ വിരമിച്ചു. എന്നിട്ട് S ജയശങ്കറിനെ നേരിട്ട് വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു. പിന്നീട് അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി. അതോടൊപ്പം കാണാം സുഷമ സ്വരാജിനെ പ്രധാനപ്പെട്ട ഫോറിൻ പോളിസികളിൽ നിന്ന് മാറ്റി നിർത്തി. 2019 പ്രിന്റിൽ മൗസുമി ദാസ് ഗുപ്തയുടെ ലേഖനം നോക്കൂ. രാജ്നാഥ് സിംഗ് മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന മന്ത്രിയായിട്ടും 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ 6 എണ്ണത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. ശക്തമായൊരു മെസ്സേജ് തന്നെയാണ് ഇതിലൂടെയൊക്കെ നൽകപ്പെടുന്നത്. നിതിൻ ഗഡ്കരിയുടെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു. അടൽ ബിഹാരി വാജ്പേയിയും ജവഹർലാൽ നെഹ്റുവും മികച്ച നേതാക്കളായിരുന്നു എന്ന നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന വന്നത് 2021 അതിന് തൊട്ടടുത്ത വർഷം തന്നെ BJPയുടെ പാർലമെന്ററി ബോർഡിൽ നിന്ന് നിതിൻ ഗഡ്കരിയെ ഒഴിവാക്കി. എന്നാൽ നിങ്ങളൊന്ന് നരേന്ദ്രമോദിയെ പുകഴ്ത്തി നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഈ ലേഖനം നോക്കൂ. നിർമ്മല സീതാരാമന്റെ ഞെട്ടിക്കുന്ന ഉയർച്ചയാണ്. 2006 അവർ BJPയിൽ ചേർന്നു. 11 വർഷത്തിന് ശേഷം അവർ പ്രതിരോധ മന്ത്രിയായി. 2019 അവർ ധനമന്ത്രിയായി. 2014 ബിസിനസ് സ്റ്റാൻഡേർഡിലെ ഈ ലേഖനം നോക്കൂ. സ്മൃതി ഇറാനിയുടെ പെട്ടെന്നുള്ള ഉയർച്ച. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദി രാജിവെച്ചില്ലെങ്കിൽ താൻ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് 2004 സ്മൃതി ഇറാനി പറഞ്ഞു. എന്നാൽ പിന്നീട് ആ സ്റ്റേറ്റ്മെന്റ് അവർ നിരുപാധികം പിൻവലിച്ചു. നരേന്ദ്രമോദി അത്ര എളുപ്പം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ സ്മൃതി ഇറാനി 2 മാസത്തിന് ശേഷം LK അദ്വാനിയുടെ വസതിയിൽ നരേന്ദ്രമോദിയോടൊപ്പം അത്താഴം കഴിച്ചു. അവർ സൗഹൃദത്തിലായി. 2014 അവർ അമേഠിയിൽ മത്സരിച്ച് തോറ്റെങ്കിലും മാനവ വിഭവശേഷി മന്ത്രിയായി. 2019 അവർ വനിതാ ശിശു വികസന മന്ത്രിയായി. അശ്വിനി വൈഷ്ണവിന്റെ കാര്യം നോക്കൂ. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഒരു കോർപ്പറേറ്റ് ജോലിയായിരുന്നു. തുടർന്ന് ഒരു ബിസിനസ് നടത്തി. 2019 അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷത്തിന് ശേഷം 2021 അദ്ദേഹത്തിന് 3 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചു. റെയിൽവേ, ഇലക്ട്രോണിക്സ്, IT, കമ്മ്യൂണിക്കേഷൻസ്. 2020 ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടു. മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാർ അട്ടിമറിക്കപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹത്തെ രാജ്യസഭയിൽ MP ആക്കി. അടുത്ത വർഷം സിവിൽ ഏവിയേഷൻ മന്ത്രിയാക്കി. മറ്റ് പാർട്ടികളിൽ നിന്ന് അഴിമതി ആരോപണ വിധേയരായ 25 രാഷ്ട്രീയക്കാർ BJPയിൽ ചേർന്നു. ഇതിൽ 23 പേരെയും കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ആരെങ്കിലും അഴിമതിക്കാരനാണോ കഴിവില്ലാത്തവനാണോ എന്നതൊന്നും പ്രശ്നമേയല്ല. നരേന്ദ്രമോദിക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ. നിങ്ങൾ അദ്ദേഹത്തോട് കൂറു പുലർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നേട്ടമുണ്ടാകൂ. ഈ വിദ്യ രാഷ്ട്രീയക്കാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രാജ്യത്തെ എല്ലായിടത്തും അദ്ദേഹം ഈ രക്ഷാശിക്ഷയുടെ മാതൃക പിന്തുടർന്നു വരുന്നു. നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് സർക്കാരിന് വലിയ രാഷ്ട്രീയ പങ്കാളിത്തമൊക്കെയുള്ള നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ മുന്നിലാണ് എത്തിയിരുന്നത്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ സർക്കാരിന് അനുകൂലമായ നിരവധി വിധികൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. വിരമിച്ച് 4 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് സീറ്റ് ലഭിച്ചു. മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവെ ഇതിനെ വിമർശിച്ചിരുന്നു. സുപ്രീം കോടതി ജഡ്ജി അരുൺ മിശ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പുകഴ്ത്തിയ ആളാണ്. ബഹുമുഖ പ്രതിഭയെന്നും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ദാർശനികനെന്നുമൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ റിസർവ് ബാങ്കുമായി ഒരു റിസലുണ്ടായി. RBIയുടെ ഗവർണർ രഘുറാം രാജന് 2ാം തവണ അധികാരം ലഭിച്ചില്ല. ഇതിന് പിന്നാലെ ഉർജിത് പട്ടേലും രാജിവെച്ചു. പിന്നീട് വിരാൽ ആചാര്യയും ഡെപ്യൂട്ടി ഗവർണർ സ്ഥാനം രാജിവെച്ചു.
ഇനി നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കൂ. 3 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് നമുക്കുള്ളത്. 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിന് ക്ലീൻ ചിറ്റ് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരാളായ അശോക് ലവാസ വിസമ്മതിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പുറത്താക്കി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ പാനലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മുമ്പ് തെരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ സെലക്ഷൻ പാനലിൽ നിന്ന് നീക്കം ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നരേന്ദ്രമോദി ഏകപക്ഷീയമായി നിയമിക്കുന്ന ഒരു അവസ്ഥ വന്നു. ബ്യൂറോക്രസിയിലും ലാറ്ററൽ എൻട്രി സ്കീം കൊണ്ടുവരിക വഴി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആളുകളെ ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി തുടങ്ങിയ ഉയർന്ന തസ്തികകളിലേക്ക് നേരിട്ട് നിയമിക്കുന്നു. ഇതും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പരിപാടിയാണ്. നരേന്ദ്രമോദി ദൈവമാണ്, ഗാന്ധിജിയേക്കാൾ മഹാനാണ് മോദി എന്നായിരുന്നു ലോകേഷ് ചന്ദ്രയുടെ പ്രസ്താവന. അതിന്റെ റിസൾട്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ തലവനായി അദ്ദേഹം നിയമിതനായി. പ്രഹ്ലാദ് നിഹലാനിയുടെ പ്രസ്താവന ഹർ ഹർ മോദി ഗർ ഗർ മോദി, എല്ലാവരും മോദിയെ ആരാധിക്കണം എന്നതായിരുന്നു. അതിന്റെ റിസൾട്ട് വെറും ഒരു B ഗ്രേഡ് ചലച്ചിത്ര നിർമ്മാതാവായ അദ്ദേഹം സെൻസർ ബോർഡിന്റെ ചെയർമാനായി നിയമിതനായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എത്രയോ പ്രശ്നങ്ങൾ നാം കണ്ടു. സർവകലാശാലകളെ പോലും അദ്ദേഹം വെറുതെ വിട്ടില്ല. ഒരിക്കൽ യുധിഷ്ഠിരന്റെ വേഷം ചെയ്ത ഗജേന്ദ്ര ചൗഹാൻ, അദ്ദേഹം 100 കണക്കിന് പ്രീ ഗ്രേഡ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം മോദിക്ക് വേണ്ടി ഒരു പ്രചാരണം നടത്തി. അതിനാൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോലുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി അദ്ദേഹം നിയമിതനായി. ഈ പോസ്റ്റിനായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതിൽ മികച്ച ചലച്ചിത്രകാരന്മാരായ ശ്യാം ബെനഗൽ, വിനോദ് ചോപ്ര, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മോദി സർക്കാർ ആരെയാണ് നിയമിച്ചത്? ഗജേന്ദ്ര ചൗഹാൻ. ഒരേ ഒരു കാരണം മാത്രം, മോദിയെ തൃപ്തിപ്പെടുത്താൻ. ഈ നിയമനത്തിനെതിരെ 149 ദിവസം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തു. ഒന്നും സംഭവിച്ചില്ല. ഇത്തരം നിയമനങ്ങൾ രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, സർക്കാർ ഏജൻസികൾ, ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലൊന്നും അവസാനിക്കുന്നില്ല. മാധ്യമങ്ങളെയും ചൊൽപ്പടിയിൽ നിർത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇവരെ ചോദ്യം ചെയ്യൽ അവരുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യും. NDTV വിൽക്കുന്നതിന് മുമ്പ് അവിടെ CBI റെയ്ഡ് ഉണ്ടായി. ന്യൂസ് ലോണ്ടറിയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, BBC ഇന്ത്യ റെയ്ഡ് ചെയ്തു, വയർ റെയ്ഡ് ചെയ്തു. മറുവശത്ത് അദ്ദേഹം വാഴ്ത്തുന്ന സർക്കാർ അനുകൂല ഗോദി മീഡിയ ഉണ്ട്. അവർക്ക് ദിവസവും തങ്ങളുടെ ചാനൽ മോദിയെ സ്തുതിച്ച് പാട്ടുപാടിക്കൊണ്ടേയിരിക്കും. അവർക്ക് സർക്കാർ പരസ്യം കിട്ടും, നരേന്ദ്രമോദിയുടെ അഭിമുഖം കിട്ടും. NDTV വർഷങ്ങളോളം നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലായിരുന്നു. എന്നാൽ ഇതുവരെ NDTVക്ക് അഭിമുഖം നൽകാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ NDTVയെ അദാനി വാങ്ങിയപ്പോൾ NDTVക്ക് അഭിമുഖം നൽകുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് കമ്പനികളും ഇതേ പ്രശ്നം നേരിടുന്നു. ഒരു കമ്പനി അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയാൽ അതിന് അവർക്ക് ബിസിനസ് അവസരങ്ങൾ ലഭിക്കും. മായം കലർന്ന മരുന്നുകൾക്ക് അംഗീകാരം ലഭിക്കും. ഒരു പാലത്തിന്റെ തകർച്ചയ്ക്ക് ശേഷവും മറ്റൊരു കരാർ ലഭിക്കും. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നോട്ടീസുകൾ പിൻവലിക്കും. അദാനി അദ്ദേഹത്തിന്റെ പഴയൊരു സുഹൃത്താണ്. അദാനിക്ക് വിമാനത്താവളങ്ങൾ മുതൽ കൽക്കരി പാടങ്ങൾ വരെ ലഭിച്ചു. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന് ലെനി റൈഫൻസ്റ്റാലിനെ പോലുള്ള പ്രൊപ്പഗാൻഡ ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെയാണ് വിവേക് അഗ്നിഹോത്രി, സുദീപ് തോസെന്നെ പോലെയുള്ള അടിസ്ഥാനരഹിതമായ കുപ്രചരണങ്ങൾ നടത്താൻ തയ്യാറുള്ള ധാരാളം സിനിമാ പ്രവർത്തകർ ഇന്ന് മോദിക്കൊപ്പമുണ്ട്. അതിന് പകരമായി നരേന്ദ്രമോദി അവർക്ക് സൗജന്യ പബ്ലിസിറ്റി നൽകുന്നു. അദ്ദേഹം അവർക്ക് ദേശീയ അവാർഡുകൾ നൽകുന്നു. എല്ലാ സംഘടനകളിലേക്കും ഈ വൃത്തികേട് പടർന്നിരിക്കുന്നു. രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലേക്കും, എല്ലാ വകുപ്പുകളിലേക്കും. നിങ്ങൾ BCCIയെ നോക്കൂ. BCCIയുടെ തലവൻ ആരാണ്? അമിത്ഷായുടെ മകൻ ജയ്ഷ. പറയൂ, എന്താണ് ജയ്ഷായുടെ യോഗ്യത? അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? മൈക്കിന് മുന്നിൽ നിന്ന് ഇംഗ്ലീഷിൽ 4 അക്ഷരം പറയാൻ അറിയുമോ? I am glad that MS has accepted BCCI's request and he will join Team India for upcoming T20 World Cup. പോട്ടെ, ഇംഗ്ലീഷ് മറന്നേക്കൂ. അദ്ദേഹത്തിന് ഹിന്ദി ശരിയായി സംസാരിക്കാൻ അറിയുമോ? सब लोग मेरे स्टेटमेंट की बहुत वेट कर रहे थे कि मैं वर्ल्ड कप के लिए कुछ बोलता क्यों नहीं हूँ. अरे कहना क्या चाहते हो? സോഷ്യൽ മീഡിയ പുതിയ ജനപ്രിയ പ്ലാറ്റ്ഫോം ആയപ്പോൾ അവർ അവിടെയും എത്തി. അവരെ വിമർശിക്കുന്നവരെ ബാൻ ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ബോൾത്ത ഹിന്ദുസ്ഥാൻ എന്ന യൂട്യൂബ് ചാനൽ അവർ പൂട്ടി. ഫെബ്രുവരിയിൽ 177 ട്വിറ്റർ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. കർഷകരുടെ ട്വിറ്റർ ഹാൻഡിലായ കിസാൻ ഏകതാ മോർച്ച ഇല്ലാതാക്കി. ആരവരെ വിമർശിച്ചാലും ഒന്നുകിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരെ IT സെല്ലിനെ ഉപയോഗിച്ച് ഉപദ്രവിക്കും, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തോട് വിശ്വസ്തത പുലർത്തുന്ന ആളുകളെ അദ്ദേഹത്തോടൊപ്പം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നരേന്ദ്രമോദി അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നു. ഇതിനായി നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡുകൾ ഏർപ്പെടുത്തി. ചില വിജയികൾ ശരിക്കും അർഹിക്കുന്നവർ തന്നെയായിരുന്നു. കാരണം അവർക്ക് അവാർഡിന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ നരേന്ദ്രമോദിയെ ആരാധിക്കുകയും സ്തുതി പാടുകയും ചെയ്യുന്ന യൂട്യൂബർമാരിൽ പലർക്കും ഈ അവാർഡ് ലഭിച്ചു. 8% एनर्जी से अगर हम बात कर पाए तो फिर हम उस मैसेज को थैंक यू सर.
सच बताइए, why don't you get tired? आप थकते क्यों नहीं हैं? आपको मजा आता है काम करने में या कोई टॉनिक वगैरह आप ले रहे हैं? क्या राज क्या है? അവരുടെ IT സെൽ എല്ലായ്പ്പോഴും എന്റെ സത്യസന്ധതയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എനിക്ക് ഈ വീഡിയോകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പണം നൽകുന്നുണ്ടെന്ന് അവർ ആരോപിക്കുന്നു. വിവരമില്ലാത്ത വിഡ്ഢികളെ, എനിക്ക് പണം നൽകാൻ ഒരു പാർട്ടി വേണമെങ്കിൽ ഞാൻ ആദ്യം BJPയിലേക്ക് പോവുകയായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പാർട്ടിയാണ് BJP. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്തിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി എന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ഹസ്തദാനം ചെയ്യുന്നതിനിടയിൽ എൻ്റെ പ്രവൃത്തിയെ പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി. പക്ഷേ എൻ്റെ നാടിൻ്റെ ദയനീയാവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് എൻ്റെ കരിയർ മുഴുവൻ ഞാൻ അപകടത്തിലാക്കിയത്. ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ. നാളെ അവർ എൻ്റെ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടിയാലും എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ അവരുടെ കാൽക്കൽ വീണില്ല അവസാന നിമിഷം വരെയെന്ന്. എൻ്റെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചുവെന്ന്. ഇതെൻ്റെ കരിയറിനെ മുഴുവനായി തകർത്തെറിഞ്ഞാലും ഞാൻ പിന്തിരിഞ്ഞോടിയില്ല എന്നെനിക്ക് അഭിമാനിക്കാം. ഇത് കൂടാതെ മറ്റു ചില പ്രതിഫലങ്ങൾ ഇതിനൊക്കെയുണ്ട്. നരേന്ദ്രമോദി മോദിയുടെ സഹോദരന്മാരെ ഒന്നും വീട്ടിലേക്ക് വിളിക്കുന്നില്ലെങ്കിലും മോദി നിങ്ങളെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കും. 2015 സൂപ്പർ 150 എന്ന പേരിൽ സ്വാധീന ഇൻഫ്ലുവൻസേഴ്സിലെ 150 പേരെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതിൽ പലരും അവരുപയോഗിക്കുന്ന വൃത്തികെട്ട ഭാഷയുടെ പേരിൽ പരിഹാസ്യ കഥാപാത്രമായി മാറിയവരായിരുന്നു. പ്രധാനമന്ത്രി മോദി ട്വിറ്ററിൽ പോലും ഇത്തരം ആളുകളെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് അവർ അഭിമാനത്തോടെ അവരുടെ സ്വന്തം ബയോയിൽ എഴുതി വെക്കുന്നു, പ്രധാനമന്ത്രി മോദി എന്നെ ഫോളോ ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന്. ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് ഇവർ ഉപയോഗിക്കുന്ന മോശം ഭാഷ നോക്കൂ. ഇവരെയൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ വിശദമായി നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും, എല്ലായിടത്തും അവരുടെ വിശ്വസ്തരെ അവർക്ക് ആവശ്യമാണെന്ന്. രാഷ്ട്രീയക്കാർ, ക്യാബിനറ്റ് മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, ED, CBI ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, RBI ഗവർണർ, ജഡ്ജിമാർ, സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ചെയർപേഴ്സൺ, സർവകലാശാലകളിലെ VCമാർ, ചലച്ചിത്ര പ്രവർത്തകർ, പത്രപ്രവർത്തകർ, ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ, ആത്മീയ ഗുരുക്കൾ, ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബർമാർ, അവരോട് പൂർണ്ണമായും വിശ്വസ്തത പുലർത്തുന്ന ആളുകൾ. ഈ വിശ്വസ്തർ അവർ വലിയ അഴിമതിക്കാരാണോ, കുറ്റവാളിയാണോ, കഴിവുകെട്ടവനാണോ, അല്ലെങ്കിൽ പ്രത്യേക കഴിവുകൾ ഒന്നുമില്ലാത്തവനാണോ, ഇതൊന്നും പ്രശ്നമേയല്ല. അവർ രാജ്യത്തിന്റെ ശാസ്ത്ര മനോഭാവം, കലാ, സമ്പദ് വ്യവസ്ഥയുടെ ഒക്കെ തകർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അതൊന്നും യാതൊരു പ്രശ്നവുമല്ല. അവർ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അവർ നരേന്ദ്രമോദിയോട് പൂർണ്ണമായും വിശ്വസ്തരായിരിക്കണം. നമ്മുടെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും നരേന്ദ്രമോദിയുടെ വിശ്വസ്തരും ആരാധകരും ആയവരെ കൊണ്ട് നിറയേണ്ടതുണ്ട്. എല്ലായിടത്തും നരേന്ദ്രമോദിയുടെ ജനങ്ങളും അവരുടെ സ്തുതികളും. സർദാർ പട്ടേലിന്റെ പേര് അവർ നീക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്റ്റേഡിയം പുനർനാമകരണം ചെയ്തു. ഒപ്പം സ്റ്റേഡിയത്തിന്റെ രണ്ടറ്റവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ അംബാനിയുടെയും അദാനിയുടെയും പേരുകൾ വെച്ചു. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഒരു വലിയ പൂമാല കൊണ്ടുവരുമ്പോൾ സാധാരണയായി എല്ലാവരും ആ മാലയ്ക്കുള്ളിൽ കയറുന്നതാണ് നമ്മളൊക്കെ നാട്ടിൽ കണ്ടുവരുന്ന ശീലം. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഒന്ന് നോക്കൂ. അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും നോക്കൂ, മോദി മാത്രം പൂമാലയ്ക്കുള്ളിൽ. മോദിജി കോ ജയ് ശ്രീറാം. ഒരിക്കൽ തന്റെ സുരക്ഷ നോക്കുന്ന SPG കമാൻഡോയെ പ്രധാനമന്ത്രി ചീത്ത പറഞ്ഞു. കമാൻഡോ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതായിരുന്നു പ്രശ്നം. प्रधानमंत्री को जेटली ने फूलों का गुलदस्ता भेंट किया, लेकिन तभी टीवी कैमरों के सामने SPG के जवान आ गए. उन्होंने मोदी के हाथों से गुलदस्ता ले लिया. प्रधानमंत्री इस पर नाराज हो गए और उन्होंने SPG से तत्काल कैमरों के सामने से हटने को कहा. साथ ही कमांडो से खुद से थोड़ी दूरी बनाने को भी कहा. ജപ്പാനിൽ പോയപ്പോൾ അദ്ദേഹം ഒരാളെ അരികിലേക്ക് നീട്ടി നിർത്തുന്നത് കണ്ടു. കാരണം അയാൾ മോദിയുടെയും ക്യാമറയുടെയും ഇടയിലേക്ക് വരികയായിരുന്നു. സുഹൃത്തുക്കളെ, 2005 അക്ഷർധാം ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ ഫോട്ടോ നോക്കൂ. അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, പ്രതിപക്ഷ നേതാവ് ലാൽ കൃഷ്ണ അദ്വാനി, നിരവധി സന്യാസിമാരോടൊപ്പം ഇവരെ നമുക്ക് കാണാം. ഇനി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒന്ന് നോക്കൂ. ഇവിടെ നമുക്ക് ആരെയാണ് കാണാനുള്ളത്? ഒരേ ഒരു നരേന്ദ്രമോദി മാത്രം. സുരക്ഷാ ജീവനക്കാരെ പോലും അയാൾ തള്ളിമാറ്റി. ഗാന്ധി ദർശൻ മ്യൂസിയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ന്യൂസ് ലോണ്ടറി റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കൂ. ഗാന്ധി സ്മൃതി കേന്ദ്രം, ഗാന്ധി ഗ്രാമോദ്योग, അത്തരത്തിലുള്ള എല്ലായിടങ്ങളിലും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോകളും ഉദ്ധരണികളുമാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. यहाँ जगह जगह लिखा हुआ है गांधी दर्शन, लेकिन यहाँ आकर पता चलता है कि गांधी दर्शन कम है, यहाँ मोदी जी के दर्शन ज्यादा हो रहे हैं. लेकिन ठीक अगर इसके आप ऊपर देखेंगे तो इस तस्वीर में यहाँ गांधी जी हैं और यहाँ प्रधानमंत्री नरेंद्र मोदी. तस्वीर में PM मोदी फोटो है इतनी बड़ी, वहीं गांधी जी इतने से. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ ആദരിച്ചപ്പോഴുള്ള ഈ പോസ്റ്റർ ഒന്ന് നോക്കൂ. ഇടതുവശത്ത് മെഡൽ ജേതാക്കൾ, ചെറിയൊരു ഫോട്ടോ. വലതുവശത്ത് നരേന്ദ്രമോദിയുടെ വലിയൊരു ഫോട്ടോ.
സർക്കാർ പദ്ധതികളിൽ റോഡുകൾക്കും ആശുപത്രികൾക്കും നരേന്ദ്രമോദിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. നമോ കിസാൻ സമ്മാൻ ദിവസ്, നമോ സൗജന്യ ഡയാലിസിസ് സെന്റർ, നമോ ഡേ കെയർ സെന്റർ, നമോ മൊബൈൽ ഹെൽത്ത് കെയർ സെന്റർ, നരേന്ദ്രമോദി മെഡിക്കൽ കോളേജ്, നരേന്ദ്രമോദി മാർഗ്, മോദി ആവാസ് ഗർക്കുൽ യോജന. 2013 താറാവുകൾക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ട്, മോദി ഒരു മയിലിന് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ, മോദിയുടെ പ്രഭാത വ്യായാമത്തിന്റെ വീഡിയോ, അതുപോലെ ബീച്ചിൽ നിന്നുള്ള ഫോട്ടോഷൂട്ട്, ജിമ്മിൽ പോകുന്നതിന്റെ ഒരു ഫോട്ടോഷൂട്ട്, ഒരു വൈൽഡ് സഫാരിയിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോഷൂട്ട്. എന്തിനേറെ പറയുന്നു, നരേന്ദ്രമോദി ചിത്രങ്ങൾ എടുക്കുന്നതിന്റെ മറ്റൊരു ചിത്രം. സെൽഫ് ഒബ്സസ്ഡ് ആത്മരതിയുടെ ഇത്രയും വലിയ ഉദാഹരണം നമുക്ക് വേറെ എവിടെയാണ് കാണാൻ പറ്റുക? സൗജന്യ ഭക്ഷണ പൊതികൾ മുതൽ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ വരെ എല്ലായിടത്തും നരേന്ദ്രമോദിയുടെ ഫോട്ടോ. പ്രശാന്ത് കിഷോർ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലും അടുത്തിടെ സന്ദേശ് ഭാട്ടിയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലുമൊക്കെ സമാനമായൊരു കാര്യം പറയുന്നുണ്ട്. BJPക്ക് നിങ്ങളുടെ വോട്ട് മാത്രമല്ല വേണ്ടത്, അവർക്ക് നിങ്ങളുടെ മനസ്സിന്റെ പൂർണ്ണ നിയന്ത്രണവും ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ ആരാധിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. प्रॉब्लम यह है कि मतलब बीजेपी वांट्स मोर देन योर वोट. एक आइडियोलॉजिकल इम्प्रिंट छोड़ना चाहते हैं, वो आप पर एक साइकोलॉजिकल डोमिनेंस चाहते हैं. भाई आपको मेरा वोट चाहिए या नहीं चाहिए वो कहानी हो गई. अब उसके बाद है कि आपने मुझे वोट दे दिया, अच्छा पूजा भी आप इनकी करो, कपड़े ऐसे पहनो, खाना ये खाओ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ആശിഷ് നന്ദി താൻ ഉലഞ്ഞു പോയി എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു രോഗനിർണയം നടത്തുകയാണെങ്കിൽ മോദിയെ ഫാസിസ്റ്റ് എന്ന ഗണത്തിൽപ്പെടുത്താം. ഒരു സ്വേച്ഛാധിപതിയുടെ എല്ലാ സവിശേഷതകളും അദ്ദേഹം മോദിയിൽ ഒത്തുചേരുന്നതായി കണ്ടു. ആ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? തീവ്രമത യാഥാസ്ഥിതിക ശാഠ്യങ്ങൾ, വളരെ ചുരുങ്ങിയ വൈകാരിക ജീവിതം, ഹിമാലയം പോലെ വിരിഞ്ഞു നിൽക്കുന്ന അഹംബോധം, തന്റെ തന്നെ തൃഷ്ണകളെക്കുറിച്ചുള്ള ഭയവും നിരാസവും, പിന്നെ അക്രമ കലാപങ്ങളെക്കുറിച്ചുള്ള ബ്രഹ്മകൽപ്പനകളും. ഉള്ളിലെ അരക്ഷിതാവസ്ഥ മറയ്ക്കുന്ന ഒരു വലിയ ഈഗോ നരേന്ദ്രമോദിക്കുണ്ട്. പുറത്തെല്ലാം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവനായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭീരു കിടക്കുന്നു. ഒരു വശത്ത് അദ്ദേഹത്തിന്റെ സമ്പന്നരായ സുഹൃത്തുക്കളും വിശ്വസ്തരും, മറുവശത്ത് ദശലക്ഷക്കണക്കിനുള്ള പാവപ്പെട്ട പൗരന്മാർ. അവനവന്റെ ആളുകൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക നയങ്ങളെ മിത്രനോമിക്സിന്റെ പാവപ്പെട്ട പൗരന്മാർ ഇതിനെയൊന്നും എതിർക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവർക്ക് ചില സാമൂഹിക നയങ്ങളുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക. എന്നിട്ടും ചിലർ വിവേകം മുറുകെ പിടിച്ചാൽ അവർക്ക് മുന്നിൽ വേറെയൊരു രാഷ്ട്രീയ നയമുണ്ട്, സ്വേച്ഛാധിപത്യം. അധികാരത്തോടുള്ള അത്യാഗ്രഹവും ദാഹവും അവരെ വിമർശിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കൽ. തങ്ങളുടെ വിമർശകരെ രാജ്യദ്രോഹികളായി മുദ്രകുത്താനുള്ള സൂത്രവാക്യം ഏകാധിപത്യത്തിന്റെ സൂത്രവാക്യമാണ്. ഗായിക നേഹ സിംഗ് റാത്തോഡ് മുതൽ മാധ്യമപ്രവർത്തകൻ അർഫ ഖാനും ഷർവാണി വരെയുള്ള അവളുടെ ട്വിറ്ററിലൂടെ നിന്ദ്യമായ അധിക്ഷേപങ്ങളും ഭീഷണികളും അവർക്ക് നേരെ കെട്ടഴിച്ചു വിടുക. ഇതൊരു ഫോർമുലയുടെ ഭാഗമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോളിറ്റിക്സിലെ ഒരു റിപ്പോർട്ടർ രാഘവ് ത്രിവേദി അമിത്ഷായുടെ റാലിക്കിടെ ഗുണ്ടകളുടെ ആക്രമണത്തിനിരയായിരുന്നു. ആളുകളെ ഭീഷണിപ്പെടുത്തുക, അവരെ അപമാനിക്കുക, ആളുകളെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുക. പക്ഷെ നരേന്ദ്രമോദിയും ഗുണ്ടകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ബ്രിജ്ഭൂഷൺ സിംഗ്, അജയ് മിശ്ര ടെനി എന്നിവരൊക്കെ ജനങ്ങളുടെ വിമർശനത്തിന് അതീതരായിരിക്കും. നമ്മളെല്ലാം നിശബ്ദമായി സഹിക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നരേന്ദ്രമോദി അല്ലാതെ മറ്റാരും വരട്ടെ എന്ന്. വിമർശനങ്ങളെ നേരിടാൻ ധൈര്യമുള്ള മറ്റാരും വരട്ടെ. ആർക്കാണ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളത്? അഹങ്കാരത്തിന് പകരം വിനയമുള്ളവരാരാണ്? വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ. അവർ ആര് തന്നെ ആയാലും അവർ അധികാരത്തിൽ വരട്ടെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ശശി തരൂർ, നിതിൻ ഗഡ്കരി, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ഉദ്ധവ് താക്കറെ, MK സ്റ്റാലിൻ, പിണറായി വിജയൻ, നമ്മുടെ പിണറായി വിജയൻ, മനോജ് കുമാർ ധ, മഹുവ മൊയ്ത്ര, ഈ നേതാക്കളിൽ ആരായാലും നരേന്ദ്രമോദിയേക്കാൾ 100 മടങ്ങ് മികച്ചവരാണ്. അവർ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ശരിയായ പാതയിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ലിസ്റ്റ് ചെയ്ത ഈ രാഷ്ട്രീയക്കാരൊക്കെ വിദ്യാസമ്പന്നരായ രാഷ്ട്രീയക്കാരാണ്. അവർ അനുഭവ പരിചയമുള്ളവരാണ്. എൻ്റെ അഭിപ്രായത്തിൽ സുഹൃത്തുക്കളെ, ആർക്കും നരേന്ദ്രമോദിയേക്കാൾ മികച്ച പ്രധാനമന്ത്രിയായിരിക്കാൻ പറ്റും. നമ്മുടെ അവതാരക അഞ്ജന ഓം കശ്യപിനെ പോലുള്ള ഒരാൾക്ക് പോലും നരേന്ദ്രമോദിയേക്കാൾ മെച്ചമായിരിക്കും. ഞാൻ കളിയാക്കുകയല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. അഞ്ജന ഓം കശ്യപ്, അവൾക്ക് എന്തെല്ലാം അറിയാമെന്ന് അവർ അഹങ്കരിക്കുകയേയില്ല. മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരുടെയും വിദഗ്ധരുടെയും ബ്യൂറോക്രാറ്റുകളുടെയും ഒക്കെ ഉപദേശം അവർ കേൾക്കും. അവൾ പത്രസമ്മേളനങ്ങൾ നടത്തും. തന്റെ വിമർശകരെ രാജ്യദ്രോഹികളായി അവർ മുദ്രകുത്തുകയില്ല. എന്നാൽ നരേന്ദ്രമോദിയെയും കങ്കണ റണാവത്തിനെയും പോലെയുള്ളവർ ഏതൊരു രാജ്യത്തിനും ഏറ്റവും മോശം നേതാക്കളാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കണം. നമ്മുടെ ഭരണഘടനയെ നമുക്ക് സംരക്ഷിക്കണം. ഈ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് BJPയെ തന്നെ രക്ഷിക്കണം. ഇൻഖുലാബ് സിന്ദാബാദ്. ജയ് ഹിന്ദ്.